റീനുസുതി ക്യാൻസർ രോഗം നീക്കം ചെയ്യാനുള്ള ചികിത്സ ആരംഭിച്ചത് അടുത്തിടെയാണ്. രോഗാവസ്ഥ സ്റ്റേജ് 3 കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ രേണുവും വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 6 കീമോയും ഒരു സർജറിയും ചെയ്യേണ്ടതുണ്ട്. അതിൽ 2 ദിവസം മുമ്പായിരുന്നു നല്ലൊരു തുക ക്യാൻസർ ചികിത്സയ്ക്ക് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം മുൻ ബിഗ് ബോസ് താരവും സായി കൃഷ്ണ രേണുവിനെ സന്ദർശിച്ച് നല്ലൊരു തുക ചികിത്സയ്ക്കായി നൽകിയിരുന്നു. അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് രേണു ചൂട് മാറാനായി റൂമിൽ ഒരു എസിയും ഫിറ്റ് ചെയ്തു. സായി തനിക്ക് ചെയ്ത് തന്നത് വലിയൊരു ഉപകാരമാണെന്ന് മെയിൻ സ്ട്രീം വണ്ണിനോട് സംസാരിക്കെ രേണു പറഞ്ഞത്. കീമോ എടുത്ത് ആന്റിബോഡി കുത്തിവെച്ചു. അതിൻ്റെ ഒരു തളർച്ചയുണ്ട്. ക്ഷീണം കാരണം കിടക്കുകയാണ്. ശരീരം മുഴുവൻ ചൂട് അനുഭവിക്കുകയാണ്. സായി കൃഷ്ണ വന്നതിൽ ഒരുപാട് സന്തോഷം. എന്നെ സാമ്പത്തികമായും സഹായിച്ചു. നല്ലൊരു തുക എനിക്ക് തന്നു. സായിയും ഭാര്യ സിജോയിയുടെ ഭാര്യയും കൂടിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടക്കുകയായിരുന്നു. എനിക്ക് ചൂടായെന്ന് മനസ്സിലായിക്കൊണ്ട് എസി വാങ്ങാനുള്ള പണവും തന്നു. ചേച്ചിയും ചേട്ടനും പോയി എസി വാങ്ങി റൂമിൽ ഫിറ്റ് ചെയ്തു. ചൂട് ആശ്വാസമാണ്. സായി വലിയൊരു ഉപകാരമാണ് എനിക്ക് വേണ്ടി ചെയ്തത്. വലിയൊരു തുകയാണ് എനിക്ക് തന്നത്. എത്രയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഒരിക്കലും ഞാൻ ആവശ്യപ്പെട്ടത് തന്നതുമല്ല. വേണ്ടപ്പെട്ടവരും സ്നേഹിക്കുന്നവരുമെല്ലാം എന്നെ സഹായിക്കുന്നുണ്ട്. ശാരീരികമായി വല്ലാത്തൊരു അവസ്ഥയിലാണ്. എഴുന്നേൽക്കാൻ വയ്യ. നടുവൊക്കെ പൊട്ടുന്നത് പോലെയാണ് എന്നുമാണ് രേണു പറഞ്ഞത്. സഹോദരി ജോലി പോലും രാജിവെച്ച് രേണുവിനെ ശുശ്രൂഷിക്കുകയാണ് ഇപ്പോൾ. രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വന്ന വിമർശനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസം മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ സായി കൃഷ്ണ സംസാരിച്ചിരുന്നു. ഓരോരുത്തർക്കും പൈസ ഉണ്ടാക്കാൻ ഓരോ നാക്കാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പണം ഉണ്ടാക്കുക എന്നത് ഒരു തരത്തിലുള്ള നാക്കാണ്. അതിൽ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ആകണമെന്നില്ല. ചിലർ പഠിച്ചത് തന്നെ ജോലിയായി മാറ്റും. എൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ പഠിച്ചതുമായി ഒരു ബന്ധമില്ലാത്ത ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പൈസ ഉണ്ടാക്കാൻ പഠിച്ചു. അത് കിട്ടാത്തവരും ഉണ്ടാകാം. അവർ ചിലപ്പോൾ നിരാശരാകാം. അങ്ങനെ നടക്കുന്ന സമയത്ത് അവർക്ക് എവിടെയെങ്കിലും ഒരു ഇൻകം സോഴ്സ് തുറന്നു കിട്ടും.